കുറച്ച് ആണും പെണ്ണും കെട്ടവന്മാർ ബിഗ് ബോസ് വീടിനുള്ളിലുണ്ട്. അത് ആരൊക്കെയാണെന്നല്ലേ? ഒന്നാമതായിട്ടുള്ളത് നമ്മുടെ അപ്പാനി ശരത്, രണ്ടാമത് അക്ബർ, മൂന്നാമത് നമ്മുടെ ആര്യൻ. അയ്യോ, ഇന്നലെ അക്ബറിനെ കരഞ്ഞിട്ട് ഒന്നിനും ധൈര്യമില്ല, പേടിയായിട്ട് വയ്യ. എൻ്റെ ഭാര്യയെയും എൻ്റെ ഉമ്മയെയും സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യും, അവളുടെ PR-കൾ അവരെ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് അത്രയ്ക്ക് പേടിയുടെ കുടുംബത്ത് പോയിരിക്കട എന്നാണ് എനിക്ക് അവനോട് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ മാത്രമേ കുടുംബമുള്ളൂ എന്നാണോ അവൻ കരുതിയത്? അവന്റെ ശബ്ദം സത്യം ഇതുപോലെ ഒരു വൃത്തികെട്ടവളെ കണ്ടിട്ടില്ലാന്ന്. ഈ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും, ഇപ്പൊ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഭൂരിഭാഗം പേരും പറയുന്നത് നിന്നെ പോലെ ഒരു ഗുണ്ടായിച്ച് നടത്തുന്ന ഒരു വൃത്തികെട്ടവനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാണ്. അപ്പൊ ഞങ്ങൾ ആരും തന്നെ അതേപോലെ ഞങ്ങളുടെ ശബ്ദത്തെ വെച്ചോ മറ്റുള്ളവരെ വെച്ചോ സത്യം ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ അടുത്ത് കലിപ്പ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇക്കാര്യത്തിൽ എനിക്ക് എന്താ പറയേണ്ടത് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എന്ത് പേടിയാണ്, എന്ത് കരച്ചിലാണ്. ഇതേപോലെ ഒരു കുടുംബ ഫാമിലി ഒക്കെയുള്ള വ്യക്തിയല്ലേ നീ പറയുന്ന ആ വ്യക്തി? ഈ പറയുന്ന അനുമോൾക്കില്ലേ ഒരു കുടുംബം, അതുപോലെ തന്നെ ആ കുട്ടിക്ക് പുറത്തൊരു ജീവിതമില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നിന്റെ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ നിനക്ക് വിഷമം, അവൾക്ക് വന്നാലും അവളുടെ ഫാമിലിക്ക് വന്നാലും നിങ്ങൾക്ക് സന്തോഷം. അപ്പോൾ നിങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഗെയിം അവൾ ജയിക്കരുത് എന്നൊരു വാശിക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെ അനാവശ്യങ്ങളും വൃത്തികേടുകളും വിളിച്ചു പറയാമെന്ന് നിങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ 2 തെറ്റുകൾ എന്ന് പറയുന്നത് ആര്യന്റെയും ജിസേലിന്റെയും വിഷയത്തില് അത് ആ കുട്ടിക്ക് തോന്നിയ സംശയമാണ്. ആ സംശയം തോന്നത്തക്ക രീതിയിൽ അവരവിടെ പെരുമാറി. പുറത്തുനിന്ന് കാണുന്ന പ്രേക്ഷകർക്ക് പോലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ആ കുട്ടിക്ക് തോന്നിയത് ആ കുട്ടി വിളിച്ചു പറഞ്ഞു. അതാണ് അവിടെ ഉണ്ടായത്. പിന്നെ അപ്പാനി ശരത്തിന്റെയും ബിൻസിയുടെയും വിഷയം, ആ വീട്ടിലെ എല്ലാവരും സംസാരിച്ച കാര്യം അവൾ അത് തന്റെ ഇടത്തോടെ മുഖത്ത് നോക്കി പറഞ്ഞു, തല്ലുകൂടി. അതാണല്ലേ അവിടെ ഉണ്ടായ ഒരു കാര്യം. അല്ലാതെ അവൾ നിങ്ങളെ കുറിച്ച് എന്ത് മോശം പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾക്ക് വേർപ്പമാണെന്ന് പറഞ്ഞത്. അവിടെ ഗെയിം കളിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എത്ര മോശമായിട്ട് പറയുന്നുണ്ട്. അതിലപ്പുറമായിട്ട് നിങ്ങളിപ്പോൾ അനു എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് മോശമായിട്ട് പറയുന്നില്ലേ? അപ്പോ നിങ്ങൾക്ക് എന്തും പറയാം, അവൾ തിരിച്ചൊന്നും പറയരുത്. ആ കുട്ടിയെ നിങ്ങൾ എത്രത്തോളം ഗ്രൂപ്പായി നിന്ന് ബുള്ളിങ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സഹിച്ച് ഇവിടം വരെ എത്തിയിട്ട് ഇവിടെ ഫൈനലില് ആ കുട്ടിക്ക് അങ്ങനെ കപ്പ് കിട്ടുമോ എന്നുള്ള പേടി വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് അവളെ ഭയപ്പെടുന്നു, അവൾ അത്രയും വൃത്തികെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യം പറയുന്നതിന്റെ മാക്സിമത്തിൽ നിങ്ങൾ എത്തി നിൽക്കാണ്. ഒരു കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്ന രീതിയിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ട് ആ കൊച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്ന് പോലും നമുക്ക് പേടിയാവുന്ന തരത്തില്, അല്ലെങ്കിൽ മാനസിക നില തെറ്റുമോ എന്നുള്ള രീതിയിൽ കൂട്ടമായി ചെന്നായ്ക്കൾ നിന്ന് വട്ടമിട്ട് ആക്രമിക്കുമ്പോൾ അവൾ അവിടെ മൗനമായിരിക്കുന്നത് അവൾക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പറയാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ നിങ്ങളെല്ലാവരും അവളെ പച്ച മാംസം ഇങ്ങനെ ചീന്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇനി ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഇനി പുറത്തുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് അവൾ സ്വയം തീരുമാനിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. ഇന്നലെ രാത്രി ഈ പറയുന്ന അഭിലാഷ്, ഒനിയില്, ഷാനവാസ് ഇന്ന് ഇരുന്നിട്ട് അനുമോളുടെ അടുത്ത് സംസാരിച്ച് ഷാനവാസൊക്കെ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഷാനവാസിന്റെ അടുത്ത് കുറേ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ദേഷ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനസ്സിലാർത്ഥിയാണ് ഷാനവാസ് ഇന്നലെ ഇരുന്ന് പറയുന്നുണ്ട്, ഇവിടെ നടന്നതും ഞാൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ്. നീയുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട്, നിന്നെ ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ്. അനു, ഇവിടെ ആദിലെ നൂറയും അങ്ങനെയാണ് ഗെയിമിന്റെ ഭാഗമായാണ് ചെയ്യുന്നതെന്ന് നീ മനസ്സിലാക്കിയാൽ നിനക്ക് വിഷമമുണ്ടാക്കും. എന്നിരുന്നാൽ പോലും നീ അത് അംഗീകരിക്കാൻ തയ്യാറാവണം, അവരുമായിട്ട് കൂട്ടാവണം, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. ഇവിടെയുള്ളവർ മുഴുവൻ നിന്നെ വട്ടമിട്ട് ആക്രമിക്കുന്നത് അവർക്ക് കണ്ടന്റിന് വേണ്ടിയാണ്. അവർക്ക് പുറത്തേക്ക് മറ്റൊരു തരത്തിൽ ഇവിടുത്തെ കണ്ടന്റ് പോകണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അതിൽ പിടി കൊടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് എന്നെ എത്ര തവണ അവരെ അതിലേക്ക് വലിച്ചഴയ്ക്കാൻ നോക്കിയിട്ടും ഞാൻ മൗനമായിട്ട് മാറി പോയത്. എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടത് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ നീ അതിൽ വീണുപോയി, ഇനി നീ ശ്രദ്ധിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട് ഷാനവാസ് അനുമോൾക്ക്. ഇനി നമ്മുടെ ഇടയിൽ ഗെയിമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് എന്നും പറയുന്നുണ്ട്. ഇനി നമ്മളെ ജനങ്ങൾ ഓൾറെഡി വിലയിരുത്തി കഴിഞ്ഞു. ആ വിലയിരുത്തലിൽ നമുക്ക് വോട്ടുകൾ വീഴുന്നെങ്കിൽ വീഴട്ടെ, ആര് വേണമെങ്കിൽ ജയിക്കട്ടെ എന്നും ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. അനുമോൾ അതെല്ലാം മനസ്സിലാക്കി നിന്ന് കേൾക്കുമ്പോൾ അഭിലാഷും ഒനിയിലും ഇതേപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അഭിലാഷ് പറയുന്ന ഒരു കാര്യം കേട്ടോ, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ എന്നൊരു കാര്യം അവിടെ ഒനിയിൽ പറയുന്നുണ്ട്. അപ്പൊ അഭിലാഷ് ശരി വെക്കുന്നുണ്ട്. അതാണ് കാര്യം, അതാണ് പോയിന്റ് അനുമോളെ, അത് നീ മനസ്സിലാക്കിയാൽ മതി എന്ന് അഭിലാഷും ഒനിയിലും ഇന്നലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പോ പുറത്തുനിന്ന് വന്നവരിലെ വളരെ കയ്യിലെണ്ണാവുന്ന ചുരുക്കം പേർ, അഭിലാഷ്, ഒനിയിലെ പ്രവീണ്, പിന്നെ എനിക്ക് തോന്നുന്നു ലക്ഷ്മി, അങ്ങനെ 3, 4, 5 പേര് മാത്രമാണ് മാന്യമായി അവിടെ പെരുമാറിയിട്ടുള്ളത്.
അപ്പോൾ അനുമോളും പറയുന്നുണ്ടായിരുന്നു, എനിക്കും കയ്യിലെണ്ണാവുന്ന കുറച്ച് പേര് മാത്രമായിട്ടാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സൗഹൃദം സൂക്ഷിക്കാൻ താല്പര്യമുള്ളൂ. പലപ്പോഴും വഴക്കിട്ടുണ്ടെങ്കിൽ പോലും അത് ഗെയിമിനെ ഗെയിമായി കണ്ട് ആ ഒരു സെൻസിലെടുത്ത് എൻ്റെ അടുത്ത് പെരുമാറിയവരടുത്ത് മാത്രം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ വളരെ നല്ലൊരു കോൺവെർസേഷൻ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അത് മാത്രമല്ല, പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അപ്പാനി ശരത്തിനെ കുറിച്ചാണ്. ആണും പെണ്ണും കെട്ടവെന്ന് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. പച്ച തെറിയൊക്കെ വിളിക്കണം അവനെയൊക്കെ. എനിക്കത് വിളിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ കൃത്യമായ പ്ലാനിങ് നടത്തി അനുമോളിനടുത്ത് ആ ഗെയിം അവർ പ്ലാൻ ചെയ്യണം. നീ ഇന്നത് പറയണം, നീ ഇന്നത് പറയണം, നീ അങ്ങനെ പറയണം എന്ന് പറഞ്ഞ് കൃത്യമായി പ്ലാൻ ചെയ്ത് അവർ രാത്രി വലിയ രീതിയിൽ അനുമോളെ അറ്റാക്ക് ചെയ്ത് ചോദ്യം ചെയ്ത് ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം അനുമോളിനടുത്ത് വന്ന് ഭയങ്കര നാടകം കളിക്കുകയാണ്. അയ്യോ അനുമോളെ, എനിക്ക് നിന്നെ പെങ്ങളെ പോലെ ഇഷ്ടമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ചിട്ട് വീണ്ടും ചെന്ന് അപ്പുറത്ത് പോയി പറയാണ്, നമ്മുടെ പ്ലാനിങ് സക്സസ് ആവോ, അവൾക്ക് ഇതിന്റെ പേരിൽ വോട്ട് കുറയോ? ഇനിയിപ്പോൾ വോട്ട് കുറയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എങ്ങാനും വോട്ട് കുറഞ്ഞില്ലെങ്കിൽ നമ്മളിങ്ങനെ വിചാരിച്ചാൽ മതി, നമ്മുടെ പ്ലാനിങ് നമ്മൾ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ പുറത്തു പോയി എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. പുറത്തിനി ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ അറ്റാക്ക് വരാണെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് ആക്കരുതിട്ട് ബിൻസി എന്ന്. അപ്പൊ ഇവനെയൊക്കെ ഞാൻ എന്താ വിളിക്കുന്നത്? ആണും പെണ്ണും കെട്ടവൻ തന്നെയല്ലേ വിളിക്കേണ്ടത്? ഇവനെ കാണത്തുണ്ടോ? അപ്പൊ പിന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നതിൽ ഒരു തെറ്റൂല എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിനിടയിൽ കൂടെ ഇവർക്ക് ഓരോരുത്തർക്കും പിരി വെച്ച് കൊടുക്കുന്നത് അക്ബറാണ്. നീ പോയി വഴക്കിട്ടാക്ക്, നീ ഇങ്ങനെ പറ, നീ അങ്ങനെ പറ, അവൾ അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ സ്ക്രൂ കയറ്റി വിടാന്നറിയില്ലേ, സ്ക്രൂ കയറ്റി വിടുന്നത് അവിടെ അക്ബറാണ്. അത് കഴിഞ്ഞ് ആര്യൻ ഇന്നലെ വന്നപ്പോൾ അനുമോളെ കെട്ടിപ്പിടിക്കുന്നു, എന്തൊരു സ്നേഹം കാണിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോ അക്ബറിനെ അങ്ങ് സഹിച്ചില്ല. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ആര്യന്റെ വക ഒരിത്, എന്റെ അമ്മയെ വരെ സൈബർ ബുള്ളിങ് ആണ്, അവളുടെ ഫാൻസിനെ പേടിച്ചിട്ടാണ് അത്ര. എങ്കിൽ പിന്നെ ഞാൻ അതാ പറഞ്ഞത്, എടാ പേടിത്തൂറിയെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാടാ കയറി വന്നത്? തൻ്റെ ഇടമുള്ള ആൺകുട്ടിയുള്ള പോലെ അവിടെ നിനക്ക് അങ്ങനെ അനുമോളിനടുത്ത് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാന്ന് കാണിക്കറ, അല്ലാതെ ഈ വക നാടകം കാണിക്കാനാണെന്നുണ്ടെങ്കിൽ വല്ല സാരി എടുത്ത് കയറി വരാറുന്നില്ലേ ആണും പെണ്ണും കെട്ടവനെ എന്ന് എനിക്ക് ആര്യന്റെ അടുത്ത് ചോദിക്കാനായിട്ട് തോന്നി. അതാണ് ഞാൻ അതും പറയാനായിട്ട് കാരണം എന്ന് പറയുന്നത്. തൻ്റെ ഇടമില്ലാതെ അവളുടെ അടുത്ത് അങ്ങ് സ്നേഹം കാണിച്ചു ഉമ്മ വെച്ച് അവിടെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അപ്പുറത്ത് തിരിഞ്ഞിട്ട് പറയാണ് അവളെ പേടിച്ചിട്ടാണ് അത്ര. ഇത്ര പേടികളോനൊക്കെ എന്തിനാണ് കയറി വന്നത്? അക്ബർ, ആര്യൻ, അപ്പാനി മൂന്നെണ്ണത്തിനും പേടിച്ചിട്ട് കുണ്ടി വരച്ചിട്ട് അങ്ങനെ നിൽക്കാൻ വയ്യ മൂന്നെണ്ണത്തിനും. എന്നാൽ അനുമോളിട്ട് തോൽപ്പിക്കുകയും വേണം. അപ്പൊ ഈ വക ആൾക്കാരെ അതുകൊണ്ട് ആണും പെണ്ണും കിട്ടവന്മാർന്നോ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് മാത്രമേ വിളിക്കാനായിട്ട് തോന്നുള്ളൂ. പിന്നെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി വന്ന പെണ്ണുങ്ങളുടെ വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്മിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും അസൂയയും കുശുമ്പും കൊണ്ട് എന്താ പറയാ ഭയങ്കര ഫ്രസ്ട്രേഷനാണ്. അനുമോള് ജയിക്കൂ, അനുമോള് ജയിക്കൂ, അനു ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അനു ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഇവളുമാർക്കൊന്നും ഉറക്കില്ലെന്ന് തോന്നുന്നു. അതായത് അനു ജയിച്ചു കഴിഞ്ഞവരൊക്കെ പേടി സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള അവസ്ഥയിലാണ് അവരുടെ അവിടുത്തെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഇന്നലെ ബിന്നിയൊക്കെ വന്നിരുന്നിട്ട് എന്ത് തോന്നിവാസങ്ങളെ വിളിച്ച് പറയുന്നത്. രേന, ഫാത്തിമ, ബിന്നി ഇവരൊക്കെ വന്നിരുന്നിട്ട് ഒക്കേത്തിനും ഉറക്കമില്ലാത്ത രാത്രികളാണ്. അനുമോള് ജയിക്കുമോ എന്ന് ആലോചിച്ചിട്ടുള്ള പേടി കൊണ്ട് ഉറക്കമില്ലാത്ത രാത്രികളിൽ എഴുന്നേറ്റ് ഇരുന്നിട്ട് പറയുന്ന പിച്ചും പേയും പറയുന്ന പോലെയാണ് ഇന്നലെ വന്നിരുന്ന് ഓരോരുത്തരും പറയുന്നത് കേട്ട സമയത്ത്. അവിടെ ആ ഗെയിമിനെ ഗെയിമായി കണ്ട് അനുമോളും ലക്ഷ്മിയും തമ്മിൽ ഒരിക്കൽ പോലും അവരൊരു സൗഹൃദം ഉണ്ടായിട്ടില്ല. രണ്ടുപേരും ശത്രുക്കളായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ടുള്ളത്. ആദിലേക്കും നമ്മുടെ നൂറയ്ക്കും വേണ്ടിയിട്ട് അതുപോലെ ലക്ഷ്മിക്കെതിരെ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് അനുമോള്. എന്നിട്ട് പോലും ലക്ഷ്മി വന്നിട്ട് നീ നന്നായി നിൽക്കണം, നന്നായി തോറ്റു കൊടുക്കരുത്, ആരറ്റാക്ക് ചെയ്താലും നീ അതിനെ ഫേസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉപദേശിക്കുന്ന ലക്ഷ്മി എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. എനിക്ക് ലക്ഷ്മിയുടെ അടുത്ത് ഭയങ്കര ബഹുമാനം തോന്നിയിട്ടോ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി അന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് ആദിലേനെയും നൂറേനെയും പറഞ്ഞ സമയത്ത് നമുക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണ് ഇവർ എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ആദിലെ നൂറ ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് ആദില എന്ന് പറയുന്ന വ്യക്തിയെ വെറുതെ പണ്ടാറെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയി. മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് മാനിപ്പുലേറ്റ് ആയി അനുമോളെ താറടിച്ച് കാണിക്കാൻ. പേഴ്സണലായി അവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ള അത്ര രഹസ്യമായി സംസാരിച്ച് തമാശയായി സംസാരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും വിളിച്ചു പറഞ്ഞുകൊണ്ട് എത്ര മോശമായിട്ടാണ് ആദിൽ അവിടെ കാണിച്ചു കൂട്ടിയത്. അനുമോൾ ഞരമ്പെന്ന് വിളിച്ചത്രേ. ഈ പറയുന്ന ആര്യനെ കുറിച്ച് നീ എന്തെല്ലാം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ ചോദിച്ചിട്ടില്ലേ നൂറേരുടെ അടുത്ത്? അവൻ അങ്ങനെ നോക്കി നിന്നപ്പോൾ നീ അത് കണ്ട് സുഖിച്ചു എന്ന് നീ ചോദിച്ചിട്ടുണ്ട് നൂറേരുടെ അടുത്ത്. ആര്യൻ വയറ് കണ്ടു സമയത്ത് നോക്കി നിന്ന് ഉമ്മ വെച്ചു എന്ന് പറഞ്ഞു
പറഞ്ഞ സമയത്ത് നീ നൂറയുടെ അടുത്ത് ചോദിച്ച വാക്കാണ് നീ ഇത്. അവൻ വൃത്തികെട്ടവനെ എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്തെല്ലാം വാക്കുകൾ ആര്യനെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് അനുമോൾ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ അനുമോളെ കുറിച്ചാണ് നീ ഇത്രയും മോശമായിട്ട് സംസാരിച്ചത്. അപ്പോൾ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അനുമോൾ എന്ത് പറഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ എന്തൊക്കെയോ നാടകങ്ങൾ കാണിച്ചു കൂട്ടുന്നു. എനിക്ക് പറഞ്ഞ പുച്ഛവും വെറുപ്പും തോന്നിപ്പോയി. ആദില നൂറ എന്ന് പറയുന്ന രണ്ട് ഫ്രണ്ട്സിനെ ജീവിതത്തിൽ ആർക്കും ഇതുപോലെ രണ്ട് ഫ്രണ്ട്സിനെ കിട്ടരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഒരിക്കൽ പോലും ബാക്ക് സ്റ്റെപ്പ് അനുമോള് ഇവരെ ചെയ്തിട്ടില്ല. ആദില നൂറയെയോ ശൈത്യയെയോ ചെയ്തിട്ടില്ല. ഇവരെല്ലാവരും പറയുന്നത് അനുമോൾ ഇവരെ ബാക്ക് സ്റ്റെപ്പ് ചെയ്തു, അനുമോൾ ഇവരെ ചതിക്കായിരുന്നു എന്നാണ്. പുറത്തിറങ്ങുമ്പോഴെങ്കിലും ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അനുമോളുടെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് പറയേണ്ട അവസ്ഥ വരും ആദില നൂറ. പക്ഷെ തിരിച്ചറിയാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ടും അനുമോളോട്ടുള്ള പക അടങ്ങാതെ കയറി വന്ന ഒരു വ്യക്തിയാണ് ശൈത്യ അതുപോലെ വൃത്തികേടുകൾ അനുമോളുടെ അടുത്ത് ചെയ്തിട്ട് കയറി വന്നിട്ട് അതൊക്കെ അനുമോളാണ് ചെയ്തത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ശൈത്യ. അപ്പോൾ അതുപോലെ തന്നെ ആദിലെന്ന് പറയും പുറത്തിറങ്ങിയാലും തിരിച്ചറിയുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇനി എങ്ങാനും മനസ്സിലാക്കി കഴിഞ്ഞാൽ അനുമോളുടെ കാല് കഴുകി വെള്ളം കുടിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. അതുപോലെ നിങ്ങൾ കരയേണ്ടി വരും. സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങളെ അനുമോൾ ചതിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും അവൾക്ക് വേണ്ട സമയത്ത് അവളെ കൂടെ നിൽക്കാത്ത രണ്ട് ഫ്രണ്ട്സാണ്. അവളെ ചതിക്കുക മാത്രം ചെയ്തിട്ടുള്ള രണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ എല്ലാവരും വളഞ്ഞിട്ട് പച്ച മാംസത്തിൽ കൊത്തി വലിക്കുന്ന സീനാണ്. കഴുകന്മാർ അങ്ങനെ വേണം പറയാൻ. ബിഗ് ബോസ് വീട്ടിലെ കഴുകന്മാർ അവിടെ കൊത്തി വലിക്കാണ് അനുമോൾ എന്ന് പറയുന്ന മാംസത്തെ, പച്ച മാംസത്തെ. ഇനി ഇവിടെ ചെന്ന് അവസാനിക്കുന്ന എനിക്കറിയില്ല. ഈ ലാസ്റ്റ് ഇനി ആകെ 2-3 ദിവസമുള്ളൂ വോട്ടിങ്ങിന് വേണ്ടിയിട്ട്. എന്ത് സംഭവിക്കുന്ന അറിയില്ല. അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തമിഴ് ബിഗ് ബോസ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഒക്കെ ചേർന്ന് ഭയങ്കരമായിട്ടുള്ള ഗ്രൂപ്പ് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് പുറത്തു നടക്കുന്നത് എന്നാണ് അറിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലും ഈ സംഭവ വികാസങ്ങൾ നടന്നിട്ടുള്ളത്. എങ്ങനെയും അനുമോളെ കപ്പെടുപ്പിക്കില്ല, ഏത് വിധേനയും അനുമോളെ തോൽപ്പിച്ചിരിക്കുന്നുള്ള ഒരു വാശിയാണ് അവർ തീർക്കുന്നത്. ഇനി പ്രേക്ഷകരുടെ തീരുമാനം എന്താണെന്ന് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.